രാജ്യത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തു സുപ്രീം കോടതി. 22 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയതാണ് നീറ്റ് പരീക്ഷ, അല്ലെങ്കിൽ അഥവാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ. എത്രയോ മാസക്കണക്കിനും വർഷക്കണക്കിനും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നത്. അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷയാണിത്. മെഡിക്കൽ പരീക്ഷ പാസ്സാകുന്നവർക്ക് മെഡിക്കൽ എൻട്രൻസ് പരിശോധന പാസ്സായതിൻ്റെ പേരിൽ ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും അവർക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇന്ത്യയിൽ ഉള്ള കുട്ടികളും മാതാപിതാക്കളും കൊടുക്കുന്നത്. ഇപ്പോൾ 22 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. 22 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി കുട്ടികൾ അതിൻ്റെ പ്രിപ്പറേഷനും നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നു എന്ന വാർത്ത വന്നതോടുകൂടി അങ്ങനെ ഒരു പരാതി സുപ്രീം കോടതിയിൽ പോയി. ഫെയ്മ എന്ന മെഡിക്കൽ സംഘടനയാണ് സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തത്. സുപ്രീം കോടതി അത് പരിശോധിച്ചു. അതോടുകൂടി സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജസ്ഥാൻ പോലീസ് ഇത് ചോർന്നെന്ന് പറയുന്നത് രാജസ്ഥാൻ പോലീസിൻ്റെ അവിടെ ആ ഭാഗത്താണ്. അതുകൊണ്ട് അവിടെ തന്നെ തുടക്കത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ആ കേസുകളെല്ലാം CBIക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ എൻട്രൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യഥാർത്ഥത്തിൽ പ്രിൻ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. നാസിക്കിലൊരു പ്രൈവറ്റ് പ്രസ്സിലാണ് അത് പ്രിൻ്റ് ചെയ്തത്. പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വളരെ ബുദ്ധിപൂർവം തന്നെയായിരുന്നു. ഏകദേശം 1 മാസം മുമ്പ് ഈ നീറ്റ് പരീക്ഷയിൽ വരുന്ന ചോദ്യത്തിൻ്റെ 410 ചോദ്യങ്ങളുടെ സാമ്പിളുകൾ അങ്ങ് പ്രസിദ്ധീകരിച്ചു. അത് പണം വാങ്ങിച്ചിട്ടാണ് 410 ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അത് 25,000 രൂപ മുതൽ ആ 410 ചോദ്യത്തിൽ 2.5 ലക്ഷം രൂപ വരെ മുടക്കി ആൾക്കാർ ഇത് വാങ്ങിച്ചു. ഏകദേശം 10 സംസ്ഥാനങ്ങളിൽ പ്രചാരം നേടി. കാരണം കുട്ടികളുടെ ഭാവിയാണ്. അതുകൊണ്ട് 1, 2, 3 ലക്ഷം രൂപ കൊടുത്താലും വേണ്ടില്ല, ചോദ്യപേപ്പർ വാങ്ങിച്ചു. 410 ചോദ്യം പഠിച്ചാൽ മെഡിക്കൽ പരീക്ഷ പാസ്സാകുമെന്ന് ഉറപ്പാണ്. അതിനകത്ത് ചോദ്യം വന്നിരിക്കും എന്നാണ് പറയുന്നത്. ഏകദേശം 125 ചോദ്യങ്ങൾ ഈ 410 ചോദ്യപേപ്പറിനകത്ത് പരീക്ഷയ്ക്ക് അത്രയും ഏകദേശം 110 അല്ലെങ്കിൽ 125, 130 വരെ ചോദ്യങ്ങൾ വന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ബയോളജിയുടെ 90 ചോദ്യങ്ങൾ ഈ 410-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെമിസ്ട്രിയുടെ 45 ചോദ്യങ്ങൾ ഈ 410-നകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ അതിൽ കെമിസ്ട്രിയിലെ 145 ചോദ്യത്തിൽ അതിനകത്ത് ഏകദേശം 25ഓളം ഒറിജിനൽ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിൻ്റെ ചോർച്ച രാജസ്ഥാനിൽ നിന്നാണ് കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ ADGP വിശാൽ ബൻസാറിൻ്റെ നേതൃത്വത്തിൽ അവർ അന്വേഷണം തുടങ്ങി. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ്. അതിനകത്ത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടും തങ്ങളുടെ NTA പരീക്ഷ സുതാര്യമാണ് എന്ന് വീമ്പിളക്കിക്കൊണ്ടിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. കാരണം 410 ചോദ്യപേപ്പറിനകത്ത് സാമ്പിൾ ചോദ്യത്തിനകത്ത് ഏകദേശം 130ഓളം ചോദ്യങ്ങൾ വന്നു. പ്രത്യേകിച്ച് കെമിസ്ട്രിയുടെ ഏകദേശം ഭൂരിപക്ഷം ചോദ്യങ്ങളും കൃത്യമായിട്ട് കെമിസ്ട്രിയുടെ വരികയും ചെയ്തു. സുപ്രീം കോടതി അത് വെച്ചിട്ടാണ് ആ പരീക്ഷ റദ്ദാക്കിയത്. ഏകദേശം 10 സംസ്ഥാനങ്ങളിലേക്ക് ഈ ചോദ്യപേപ്പറെല്ലാം വിറ്റുപോയി. 25,000 മുതൽ 2.5 ലക്ഷം രൂപ വരെ അത് കൊടുത്ത് വാങ്ങിച്ചവരുണ്ട്. 10 സംസ്ഥാനങ്ങളിലെ ഏകദേശം ലക്ഷക്കണക്കിന് കുട്ടികൾ അത് വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ്. എത്ര കോടി രൂപ ഇത് കൈമറിഞ്ഞിരിക്കുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മെഡിക്കൽ വിദ്യാർത്ഥിയായ ശുഭം കർണയാൽ എന്ന കുട്ടിക്കാണ് ആദ്യം ഈ ചോദ്യപേപ്പർ ലഭിക്കുന്നത്. നാസിക്കിൽ നിന്നാണ് ചോദ്യം ചോർന്നതെന്ന് പറഞ്ഞാൽ നാസിക്കിലെ പ്രസ്സിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടി. അത് നാസിക്കിലെ നാസിക്കിൽ നിന്ന് ലഭിച്ച കുട്ടിയുടെ പേര് ശുഭം കർണിയാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ധനഞ്ജയൻ എന്ന് പറഞ്ഞ കുട്ടിക്കുമാണ്. ധനഞ്ജയൻ ഒളിവിലാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ശുഭം
കർണിയാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ചോദ്യപേപ്പർ നാസിക്ക് തന്നെയാണ് ചോർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരെ ഈ ലഭിച്ച കുട്ടി ശുഭം കർണിയാൽ ആ കോപ്പി അത് രാജസ്ഥാനിലുള്ള ഒരു ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. ആ ഡോക്ടർ ആ ചോദ്യപേപ്പർ തൻ്റെ തൻ്റെ ഇഷ്ടക്കാരായ 2 പേർക്ക് കൈമാറി. മനീഷ് യാദവ്, രാകേഷ് കുമാർ എന്നിവർക്ക് ആ ഡോക്ടർ അയാൾ കൈമാറിയത്. അയാൾ സിക്കറിൽ ഉള്ള ഡോക്ടറാണ്. ആ ഡോക്ടറാണ് ഇവർക്ക് കൈമാറി. പിന്നീട് യഥേഷ്ടം ആ കുട്ടികൾ മറ്റു പലർക്കും പണത്തിന് വേണ്ടി അത് വിറ്റു. ജയ്പൂരും ദില്ലിയിലും അതുപോലെ ഡെറാഡൂണിലും ജമ്മു കാശ്മീരിലും ബീഹാർ, കേരളം, തെലുങ്കാന, ആന്ധ്ര എന്നിവിടങ്ങളിൽ വ്യാപകമായി രഹസ്യമായി ഇത് വിറ്റുകൊണ്ടിരുന്നു. അതോടുകൂടിയാണ് CBI ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. CBIയുടെ 4 സ്ക്വാഡുകൾ ഇതിനു വേണ്ടി പ്രത്യേകം രൂപീകരിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ മുഴുവൻ ഇത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 200ഓളം കുട്ടികൾ ഇതിനകത്ത് നേരിട്ട് ഇടപെട്ടവരാണ്. അപ്പോൾ അവരെ അത്തരം കേസിലെ പ്രതികളുണ്ടാവും. കേരളത്തിലെ 1-2 ആൾക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. ധനഞ്ജയൻ എന്ന ആളും ശുഭം കർണിയൽ എന്ന ആളും ആണ് യഥാർത്ഥത്തിൽ നാസിക്കിലെ പ്രസ്സിൽ നിന്ന് ഇത് സംഘടിപ്പിച്ചത്. അവർ ഹരിയാന ഡോക്ടർ കൈമാറിയപ്പം ഡോക്ടറാണ് പിന്നീട് ഇത് സർക്കുലേറ്റ് ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് മറ്റ് 2 പേരിലേക്ക് ഏൽപ്പിച്ചത്. എന്തായാലും അടുത്ത ഈ ടെസ്റ്റ് പരീക്ഷ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ അതിൻ്റെ തീയതി 4 ആഴ്ചയ്ക്കകം പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടികൾ പരീക്ഷ എഴുതി വലിയ ശുഭപ്രതീക്ഷ എഴുതുന്നവരെല്ലാവരും ഹതാശരായി. അവർ വീണ്ടും പഠിക്കണം. ഇനി ഈ രീതിയിലുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണില്ല. ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഏത് വിഷയത്തിലായാലും അവർക്ക് ആ പോർഷന് എല്ലാ സിലബസിൽ നിന്നുള്ള പോർഷന് ചോദ്യങ്ങളുണ്ടാകാം. മറ്റേതൊരു ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ചോദ്യം ഇനി സ്വല്പം ടഫായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ചോർച്ച നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ ടോപ്പിക്സിൽ നിന്നും ഇനി ചോദ്യം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇത് കരകയറാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ് ഇനി വരുന്ന. കാരണം നന്നായിട്ട് പഠിച്ച കുട്ടികളൊക്കെ അടുത്ത പരീക്ഷയിലും അവർ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ADGP വിശാൽ ബൻസാൽ അത് CBIക്ക് കൈമാറി എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയിലെ ചരിത്രത്തിലെ നീറ്റ് പരീക്ഷ ഇത്ര വ്യാപകമായി അതിൻ്റെ ചോദ്യപേപ്പർ വിറ്റുപോയത് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ആ പരീക്ഷ റദ്ദ് ചെയ്തത്. എത്രായിരം കോടി രൂപയുടെ ഒരു പരീക്ഷ നടത്തിപ്പായിരുന്നു ഓൾ ഇന്ത്യയിൽ അത്. പക്ഷേ അതെല്ലാം വൃഥാവിലായി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്.